ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് അല്ലേ? യെസ്, ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ പഠിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യത്തെക്കുറിച്ചൊന്ന് പറയാം അല്ലേ നിമ്മ? യെസ്. എല്ലാവരും ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരോടും സന്തോഷമായിട്ടിരിക്കണം. അതും എനിക്കിഷ്ടമാണ്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട്, നമ്മളെപ്പോഴും ചിരിച്ച മുഖത്തോടെ ഒരാളോട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമ്മൾ ചിരിക്കുന്ന വ്യക്തികൾ അതേ മനോഭാവത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടെയാണോ നമ്മളോട് സഹകരിക്കുന്നതെന്ന് സത്യമായി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലരെ നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നുള്ളത്. അത് കറക്റ്റ് കാര്യമാണ്. അതായത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ആളുകളായിരിക്കും ചില സമയത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ ശത്രുക്കളേക്കാൾ ക്രൂരരാണെന്ന് തോന്നിപ്പോലെ. അതിന് നമുക്ക് സ്വപ്നത്തിൽ പോലും നമുക്കത് ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. അയ്യോ, അവരങ്ങനെ നമ്മളെ കുറിച്ച് അങ്ങനെ പറയുമോ എന്ന് വരെ നമ്മൾ വളരെ ഞെട്ടലോടെ നമ്മൾ, അല്ലെങ്കിൽ വളരെ ഒരു എന്താ പറയുക, ഒരു ഭയത്തോടെ നമ്മളത് ചോദിച്ചു പോകും. അങ്ങനൊരു അവസ്ഥ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ സ്നേഹം അർഹിക്കുന്നവർക്ക് അത് കൊടുക്കുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ആ സ്നേഹത്തിന് വിലയുണ്ടാകുന്നത്. അതേപോലെ ഒരു പുഞ്ചിരി നമ്മൾ ചിരിക്കുമ്പോൾ നമുക്ക് ആയുസ് വർദ്ധിക്കും, സൗന്ദര്യം കൂടും. ഇതൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ശരിക്കും അത് സത്യം തന്നെയാണ്. ചിരിക്കുന്തോറും സത്യം നമുക്ക് ആയുസിന്റെ വലിപ്പം കൂടും, സത്യമാണ്. പക്ഷേ നമ്മുടെ കൂടെ ഇരുന്ന് ചിരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമ്മളോടൊപ്പം സഹകരിച്ചിട്ട് നമ്മളില്ലാത്ത സമയത്ത് നമ്മളെക്കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകളും നമ്മൾ പറയാത്ത കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു പരത്തുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ വ്യക്തിയോട് വല്ലാത്തൊരു സഹതാപമാണ് സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളോട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെക്കാൾ സത്യം പറഞ്ഞാൽ ഭീകരരാണ്. ശത്രുക്കൾ നമ്മളെ ആക്രമിച്ചാലും നമ്മളെക്കുറിച്ച് കുറ്റം പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം, അവർക്ക് എന്നോട് ശത്രുത ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. പക്ഷേ നമ്മുടെ കൂടെ സഹകരിക്കുകയും നമ്മുടെ കൂടെ നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ എല്ലാത്തിലും പങ്കുവെക്കലിലും ഒക്കെ കൂടെ ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് പറ്റിച്ചു കളയുന്ന കുറേ ആളുകളുണ്ടല്ലോ. അവരെ സത്യം പറഞ്ഞാൽ നമുക്ക് അവസാന നിമിഷം നമ്മൾ സത്യം പറഞ്ഞാൽ അവരെ തിരിച്ചറിയുന്നത്. അതുവരെ നമ്മൾ മറ്റാര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ നമ്മൾ അവരെ നമ്മൾ കണ്ണുമൂട്ടി അങ്ങ് വിശ്വസിക്കും. അതാണ് ഇത്തരത്തിൽപ്പെട്ട ചില മനുഷ്യരുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ. അത് സത്യം പറഞ്ഞാൽ ആര് വേണമെങ്കിലും ആകും. നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ആര് വേണമെങ്കിലും ആകും. അതുകൊണ്ട് എൻ്റെ ഈ കുറഞ്ഞ ജീവിത അനുഭവം കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആരോടും ഒന്നും അമിതമായിട്ടൊന്നും തുറന്നു പറയാതിരിക്കുക. മനസ്സിലായിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില രഹസ്യങ്ങളും നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളും നമ്മളിൽ മാത്രം ഒതുക്കി നമ്മൾ മാത്രം അത് ആസ്വദിക്കുക. വേറൊരു വ്യക്തിയോട് നമ്മളത് പങ്കുവെക്കുകയും അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ സത്യം പറയാന്നുണ്ടെങ്കിൽ ആരോടും അമിതമായിട്ടുള്ള ഒരു സ്നേഹമോ ഒരു ആത്മാർത്ഥതയോ ഒന്നും നമ്മൾ കാണിക്കാതിരിക്കുക. ഒരു പരിധി വരെ നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ മുമ്പോട്ട് പോകും. എങ്കിൽ നമുക്ക് അധികം പരിക്കൊന്നും ഇല്ലാതെ, അധികം വിഷമങ്ങളൊന്നും ഇല്ലാതെ, അധികം സങ്കടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഹാപ്പിയായിട്ട് ഈ ഒരു ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട് സാധിക്കും. നമ്മൾ അമിതമായിട്ട് ഒരാളെ വിശ്വസിക്കുകയും അഗാധമായിട്ട് അയാളെ സ്നേഹിക്കുകയും നമുക്കുള്ളതെല്ലാം നമ്മൾ അയാളോട് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അയാൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമുക്കതായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടലും വേദനയും. മറ്റുള്ളതൊക്കെ നമുക്ക് താങ്ങാം. പക്ഷേ നമുക്ക് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാനോ നമുക്കത് അംഗീകരിക്കാനോ സാധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ചെന്ന് അത് കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് ഒരു പരിധി വരെ നമ്മൾ എല്ലാ ബന്ധങ്ങളിലും ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു ചെറിയൊരു സ്നേഹം കൊണ്ടുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ വെക്കുന്നത്, ശത്രുത കൊണ്ടല്ല. കാരണം എന്ന് പറയുമ്പോൾ നമ്മളെ കുറ്റം പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കുറ്റം പറഞ്ഞാലും നമുക്ക് അത്രയ്ക്കുള്ളൂ. ഞാനിത് വെറുതെ പറയുന്നതല്ല. അത് ഞാനിത് വീഡിയോ ഇത് പറയുമ്പം ഇത് കേൾക്കുന്ന പലരുടെയും അനുഭവം സത്യം പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും. അതുകൊണ്ട് കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാതിരിക്കുക. സ്നേഹവും സന്തോഷവും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ സന്തോഷം പങ്കുവെക്കുന്നവർ ഒരു പരിധിവരെ നമ്മുടെ സങ്കടത്തിൽ കൂടെ ഉണ്ടാവത്തില്ല. അത് മനസ്സിലാക്കുക. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ള ധാരണയിൽ, ആ ഒരു വിശ്വാസത്തിൽ, ആ ഒരു ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നില്ല. ബാക്കിയെല്ലാം നമ്മുടെ പിന്നാലെ വന്നോളൂ കേട്ടോ. അപ്പോഴെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ ദീപാവലിയാണ്.
ഇവിടെ പടക്കം പൊട്ടിക്കൊക്കെ തുടങ്ങി. ഞങ്ങൾ മേടിച്ചില്ല കേട്ടോ. അന്നേരം ഇന്ന് ഞങ്ങളിന്ന് കടയിലൊക്കെ പോയിട്ട് വന്നപ്പം അച്ഛൻ പറഞ്ഞു നാളെ, അച്ഛൻ പറഞ്ഞ സത്യം പറഞ്ഞ നാളെ ദീപാവലിയാണെന്ന് പോലെ ഞാൻ അറിയുന്നത്. അതിന് എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് മേടിക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, ഇന്ന് മേടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തണുത്ത് പോകും, നമുക്ക് നാളെ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ നമുക്ക് മേടിക്കാം, മേടിച്ചിട്ട് അന്നേരം നമുക്ക് നാളെ പൊട്ടിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ തൊട്ടടുത്തൊക്കെ ഇങ്ങനെ പൊട്ടിക്കുന്നുണ്ട് ചേട്ടാ, സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ദീപാവലി ഞങ്ങള് റോക്കറ്റെടുത്തിടും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം, കൊച്ചു പിള്ളേരല്ലേ അവർക്ക് പൊട്ടിക്കാൻ വേണ്ടി. അന്നേരം നമ്മൾ അതൊക്കെ ചേർത്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ചാനലിൽ ഇടും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ കറക്കുന്ന ഒരു സാധനമുണ്ട്, അതും കൂടി ഞങ്ങൾ നാളെ മേടിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.